സിനോജിലേക്ക് പോകാൻ നമുക്ക് തോന്നുന്നു. സിനോജ് ഇപ്പോൾ ഗവൺമെന്റ് UP സ്കൂൾ വെസ്റ്റ് യാക്കരയിലാണ് ഉള്ളത്. സിനോജ് ഏത് പഞ്ചായത്തിൽ പെടുന്ന ബൂത്തിലാണ് ഉള്ളത്? 97, 98, 99, 100, 101 കൂടുതൽ ബൂത്തുകളുടെ വിവരങ്ങളുണ്ട്, പറഞ്ഞോളൂ. സ്മൃതി, ഞാനുള്ളത് പാലക്കാട് നഗരത്തിൽ തന്നെയാണ്. നഗരസഭയിൽ ഉൾപ്പെട്ട വാർഡാണ് യാക്കര. സ്കൂളിൽ 5 ബൂത്തുകളുണ്ട്. 97 മുതൽ 97 മുതൽ 101 വരെയുള്ള ബൂത്തുകളാണ്. അതിൽ വലിയ ക്യൂ കാണാം. ഈ നട്ടുച്ച വെയിലത്ത് പോലും നിരവധി ആളുകൾ, അത് സ്ത്രീകളാണ് കൂടുതൽ. ഈ 100 നമ്പർ ബൂത്തിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. 100 നമ്പർ ബൂത്തിലും 101 തമ്മിൽ ഈ പോളിംഗ് ശതമാനത്തിൽ ഒരു മത്സരം നടക്കുകയാണ് കേട്ടോ. അതെ. പക്ഷേ ഇവിടുത്തെ വോട്ടർമാരെ കണ്ടാൽ വിട്ടുകൊടുക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നട്ടുച്ച വെയിലത്ത് നിരവധി ആളുകളാണ് വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് വരുന്നത്. 1400-ലധികം വോട്ടർമാരുള്ള 2 ബൂത്തുകളാണ്. ഇതേ കോമ്പൗണ്ടിൽ തന്നെ ഒരു മാതൃകാ പോളിംഗ് സ്റ്റേഷനുണ്ട്, 97 നമ്പർ ബൂത്ത്. അവിടെ 55% പോളിംഗ് കഴിഞ്ഞിരിക്കുന്നു. അവിടെ ആളുകൾ കുറവാണ്, കാരണം 1000-ന് താഴെയാണ് വോട്ടർമാരുള്ള. 98-ലും 99-ലും ആളുകൾ കുറവാണ്. അവിടെയൊക്കെ തന്നെ 45% മുകളിലേക്ക് പോളിംഗ് എത്തിയിരിക്കുന്നു. 100-ലും 101-ലും 47% 1 മണി വരെ. ഇപ്പോൾ അത് 2 മണി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും 50% കടന്നിട്ടുണ്ടാവും. ഇനിയും വോട്ടർമാർ ധാരാളം വരുന്നുണ്ട്. ചോറൊക്കെ കഴിച്ചിട്ടാണോ വന്നത്? ചോറ് കഴിച്ചു വന്നോ? കുറെ സമയം വന്നിട്ട്? എത്ര സമയം? 1 മണിക്കൂറാണ്. ഉച്ചയ്ക്ക് വന്നാൽ പെട്ടെന്ന് ചെയ്തു പോകാമെന്ന് കരുതി വന്നാണോ? കുടുങ്ങിപ്പോയല്ലേ? ഇതുപോലെ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആരും കാണില്ല, വേഗത്തിൽ ചെയ്യാമെന്ന് കരുതി വന്നവരാണ്. പക്ഷേ കുടുങ്ങിപ്പോയി. ഏതായാലും തുണിപ്പന്തലൊക്കെ തന്നെയുണ്ട്. തണലത്ത് നിന്ന് വോട്ട് ചെയ്യാൻ പറ്റുമോ? അല്ലേ, വെയിൽ കൊള്ളാതെ തണലത്ത് നിന്ന് വോട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഉച്ചയ്ക്ക് വന്നവരാണ്, വേഗത്തിൽ മടങ്ങാമെന്ന് കരുതി വന്നവരാണ്. അവർ ക്യൂ നിൽക്കുകയാണ്. കുറേ സമയം വന്നിട്ട്? 1 മണിക്കൂറായി. ഭക്ഷണം കഴിച്ചായിരുന്നോ? ഉച്ചയ്ക്ക് വന്നാൽ പെട്ടെന്ന് പോകാമെന്ന് കരുതിയോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ സമയത്ത് ഇങ്ങനെ ഉച്ചയ്ക്കാണോ വന്നത്? ആ സമയത്ത് ആളുണ്ടായിരുന്നോ? പിന്നെ രണ്ടാമതും കുടുങ്ങി. അതെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉച്ചയ്ക്ക് വന്ന ആളാണ്. അങ്ങനെ ഇത്തവണ ഉച്ചയ്ക്ക് വന്നു, പക്ഷേ നിരവധി ആളുകളുണ്ടായിരുന്നു. 1400 ചില്ലറ വോട്ടർമാർ ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഇത്രയും വലിയ ക്യൂ വരുന്നത്. ഇത് 100 നമ്പർ ബൂത്തിലെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ വോട്ടർമാരാണ് കൂടുതലുള്ളത്. തൊട്ടപ്പുറത്ത് 101 ഉണ്ട്, അവിടെയുണ്ട്. ഈ സ്കൂളിൻ്റെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗേറ്റ് കടന്ന് നിരവധി ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു. അതായത് അവസാന മണിക്കൂറിലും നിരവധി ആളുകൾ ഇവിടേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. മറ്റും 3 ബൂത്തുകളിൽ 97, 98, 99 ബൂത്തുകളിൽ ആളുകൾ തീരെ കുറവാണ്. 1000-ന് താഴെ വോട്ടുകൾ മാത്രമുള്ള ബൂത്തുകളാണത്. അതുകൊണ്ട് അവിടെ ആളുകൾ തീരെ കുറവാണ്. എങ്കിൽ കൂടി 50% മുകളിലേക്ക് ഈ നഗരത്തിലെ 5 ബൂത്തുകളിലും പോളിംഗ് ശതമാനം വർദ്ധിച്ചിരിക്കുകയാണ്. ശരി, പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. നഗരസഭയിലുള്ള ബൂത്തുകളാണ്. അവിടെ നല്ല നീണ്ട ക്യൂ തന്നെ കാണുന്നു. ഇനി മാത്തൂർ ബംഗ്ലാവ് സ്കൂളിൽ നിന്നും MM രാകേഷ് ഉണ്ട്. രാകേഷ്, ഇവിടെ ബൂത്തുകൾ 1, 2, 3, 4 ബൂത്തുകൾ അല്ലേ? 4 ബൂത്തുകളുടെ വിവരങ്ങളാണ്, പറഞ്ഞോളൂ. 4 ബൂത്തുകളുടെ വിവരങ്ങളാണ് നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. 138, 139, 140. ഈ 4 ബൂത്തുകളിൽ 141 ബൂത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിര എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1 മണിവരെ നല്ല തിരക്കുണ്ടായിരുന്നു. മാത്തൂർ പഞ്ചായത്താണ്. മാത്തൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ വരുന്നതാണ് മാത്തൂർ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം തന്നെ. ഈ 20 വർഷത്തിന് ശേഷം UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടെയാണ്. വലിയ നിരയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ആ നിരയിൽ നിന്ന് വ്യത്യസ്തമായി ഉച്ചയ്ക്ക് ഒരല്പം കുറവുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഉച്ച തിരിഞ്ഞതിന് ശേഷം ഇപ്പോൾ 2 മണിക്ക് ശേഷം വീണ്ടും അത്തരത്തിൽ വലിയ നിര തന്നെ രൂപപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. സ്ത്രീ വോട്ടർമാർ രാവിലെ തന്നെ വലിയ അർത്ഥത്തിൽ ഇങ്ങോട്ട് ഒഴുകിയെത്തിയിരുന്നു. പ്രായം ചെന്നവരായിരുന്നു രാവിലെ തന്നെ കൂട്ടത്തോടുകൂടി വാഹനങ്ങളിലും മറ്റുമായി വന്ന് വോട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഉച്ച തിരിഞ്ഞും സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത്? കഴിച്ചു. വലിയ തിരക്കുണ്ടോ? തിരക്കുണ്ടല്ലോ. എത്ര നേരമായി നിൽക്കുന്നു? അരമണിക്കൂർ കഴിഞ്ഞു. പക്ഷെ രാവിലെ ഇതിനേക്കാൾ നല്ല തിരക്കായിരുന്നു. അതന്നെ, ഈ സമയത്ത് വരാന്ന് പറഞ്ഞത് ഇപ്പോഴും തിരക്കന്നെ. സാധാരണ ഉച്ച കഴിഞ്ഞാണ് വോട്ട് ചെയ്യാറുള്ളത്? ഉച്ച കഴിയുമ്പോൾ തിരക്കുണ്ടാവില്ല എന്നുള്ളതാണ്. ഇതുവരെ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല തിരക്ക് കാണുന്നു. പ്രതീക്ഷ തെറ്റി. ഏതായാലും ജനാധിപത്യത്തിന്റെ ഉത്സവമാണല്ലോ, നമ്മളും പങ്കെടുക്കുക. അതാണ് ഈ ഉച്ചനേരത്തെ പൊതുവെ ബൂത്തുകളിൽ തിരക്ക് കുറവായിരിക്കും എന്ന് കരുതി എത്തിയ വോട്ടർമാരാണ്. പക്ഷെ ഉച്ചയ്ക്കും തിരക്ക് തുടരുന്നു എന്നുള്ളത്. മാത്തൂർ പഞ്ചായത്തിന്റെ ഒരു സവിശേഷത, കഴിഞ്ഞ പ്രാവശ്യം LDF-ന് 2021 തെരഞ്ഞെടുപ്പിൽ LDF-ന് 1ാം സ്ഥാനത്ത് എത്തിച്ച പഞ്ചായത്താണ് മാത്തൂർ പഞ്ചായത്ത്. അത് കണ്ണാടി പഞ്ചായത്തിലും മാത്തൂർ പഞ്ചായത്ത്
പഞ്ചായത്തിലുമാണ് ഒന്നാം സ്ഥാനത്ത് LDF എത്തിയത്. പക്ഷേ LDF UDF തമ്മിൽ മാത്തൂർ പഞ്ചായത്തിലെ വ്യത്യാസം എന്ന് പറയുന്നത് 30 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ കൂടിയും LDFന് ആധിപത്യമുള്ള നേരിയ ആധിപത്യമുള്ള പിന്നെ പഞ്ചായത്താണ് മാത്തൂർ പഞ്ചായത്ത്. അപ്പോൾ അവിടെയൊക്കെ വളരെ ശക്തമായിട്ട് ഇപ്പോൾ ആളുകൾ നിന്ന് വോട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വാശിയേറിയ മത്സരമാണ്. ആരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ്. അതെ, ഏറ്റവും പുതിയ പോളിംഗ് ശതമാനം 2 മണി കഴിഞ്ഞിട്ടുള്ള ശതമാനം നോക്കുമ്പോൾ 44.46% പേർ ഇതിനകം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുരുഷ വോട്ടർമാർ 45%-ലധികം 45.60% വോട്ടർമാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്ത്രീ വോട്ടർമാർ 43.40% ഇതിനകം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പോളിംഗ് ഇപ്പോൾ പകുതി സമയം പിന്നിടുമ്പോഴുള്ള കണക്കുകളാണ് പ്രേക്ഷകർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്.